ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനം 18-ാമത്തെ സങ്കീർത്തനമാണ്. 17 സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ചാനലിലെ സങ്കീർത്തനങ്ങൾ എന്ന പഠന പരമ്പര കാണുന്ന എല്ലാവരും 17 വരെയുള്ള സങ്കീർത്തനങ്ങൾ പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം 18-ാമത്തെ സങ്കീർത്തനം. 50 വാക്യങ്ങളുള്ള അല്പം വലിയൊരു സങ്കീർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. ഇതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീത വാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. അപ്പോൾ തലക്കെട്ടിൽ നിന്നും ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് മനസ്സിലാക്കാം. അതായത് 18-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണ്. 18-ാം സങ്കീർത്തനം തന്നെയാണ് 2 ശമൂവേൽ 22-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ 18-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലവും 2 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലവും ഒന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ യഹോവ ദാവീദിനെ തൻ്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, പ്രത്യേകിച്ച് ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച ഗാനമാണ് ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. 2 ശമൂവേൽ 22-ൽ കാണുന്ന പാട്ടും 18-ാം സങ്കീർത്തനവും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ദാവീദ് പാടിയ പാട്ടാണ്. ഇവിടെ ദാവീദ് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത അസംഖ്യമായ നന്മയെയും കരുണയെയും ഓർത്തുകൊണ്ട് ദൈവമുമ്പാകെ പാടുന്ന പാട്ടാണ് 18-ാം സങ്കീർത്തനം. ഇനി നമുക്ക് 18-ാം സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 50 വാക്യങ്ങളുള്ള 18-ാം സങ്കീർത്തനത്തെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ കരുണയും വിടുതലും. 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ സന്തോഷത്തിൻ്റെ പാട്ട്. 29 മുതൽ 45 വരെ ഭാവി വിജയങ്ങളും വീണ്ടെടുപ്പും. 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനം. ഇനി 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. സുസ്ഥിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ ദാവീദ് താൻ സ്നേഹിക്കുന്ന ദൈവത്തിന് 8 വിശേഷണങ്ങൾ നൽകുന്നു. 1-2 വാക്യങ്ങളിൽ ആ വിശേഷണങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്: ദൈവം തൻ്റെ ബലം, ശൈലം, കോട്ട, രക്ഷകൻ, പാറ, പരിച, കൊമ്പ്, ഗോപുരം എന്ന് പറഞ്ഞാൽ താൻ കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ട ഓരോ മേഖലകളിലും നിന്നുകൊണ്ടാണ് ദൈവത്തിന് താൻ ഇത്രയും വിശേഷണങ്ങൾ നൽകുന്നത്. കാനനത്തിലും കൊട്ടാരത്തിലും യുദ്ധഭൂമിയിലും ഇങ്ങനെ താൻ ഇടപെട്ട ഓരോ മേഖലകളിലും തനിക്ക് വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ ദാവീദ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഈ ദൈവത്തെ ദാവീദ് സ്തുതിക്കുന്നതായിട്ടാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇനി 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് വാക്യങ്ങൾ കൂടുതലുണ്ടെങ്കിലും ദയവായി ശ്രദ്ധിക്കുക. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി,
അവൻ കോപിക്കയാൽ അവ കുലുങ്ങിപ്പോയി. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. കൂരിരുൾ അവൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിൻ്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തൻ്റെ മറവും ജലതമസിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവൻ്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവൻ്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു. മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവേ, നിൻ്റെ ഭത്സനത്താലും നിൻ്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ കരുണയും വിടുതലുമാണ് നാം കാണുന്നത്. ഇവിടെ താൻ അനുഭവിച്ച കഷ്ടതയുടെ ആഴങ്ങളാണ് ആദ്യ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ ദൈവത്തോടുള്ള നിലവിളിയും പ്രാർത്ഥനയും, 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മറുപടിയുമായി ഇറങ്ങി വരുന്ന ദൈവപ്രവൃത്തിയുമാണ് കാണുന്നത്. 7 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ മറുപടിക്കുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ചും 7 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരമാധികാരം വെളിപ്പെടുത്തുന്നു. താൻ ആശ്രയിച്ച ദൈവത്തിൻ്റെ മഹത്വം താൻ ഇവിടെ കാണുകയാണ്. 16-ാം വാക്യം മുതൽ ദാവീദിൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം അവൻ ഉയരത്തിൽ നിന്നും നീട്ടുന്നു. ഈ വേദഭാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ള സന്ദേശം എന്തെന്നാൽ, നമ്മൾ എത്ര വലിയ പ്രതിസന്ധികളുടെ അല്ലെങ്കിൽ കഷ്ടതകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാലും അതിൻ്റെ നടുവിൽ നിന്നും നമ്മെ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഉയരത്തിൽ നിന്നും നീട്ടും എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. നമ്മെ കൈവിട്ട് കളയാത്ത ദൈവത്തിൻ്റെ കരുണയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇനി 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവൻ്റെ വിധികളൊക്കെയും എൻ്റെ മുമ്പിലുണ്ട്. അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഈ ഭാഗത്ത് മറുപടി പ്രാപിച്ച ദാവീദ് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഇവിടെ ദൈവം തനിക്ക് മറുപടി നൽകിയെന്ന് 2 പ്രാവശ്യം താൻ ആവർത്തിക്കുന്നു. വാക്യം 20-ലും 24-ലും നാം അത് കാണുന്നു. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. നാം ഏത് ഹൃദയ നിലവാരത്തോടെയാണ് ദൈവം മുമ്പാകെ ചെല്ലുന്നത്, ആ സ്വഭാവത്തിന് തുല്യമായി ദൈവം നമുക്ക് വെളിപ്പെടുന്നതായി ഈ ഭാഗത്ത് നാം കാണുന്നു. അടുത്തതായി 29 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നോക്കാം.
ദാവീദ് ഇവിടെ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവമൊഴികെ പാറ ആരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിൻ്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിൻ്റെ വലങ്കൈ എന്നെ താങ്ങി, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഞാൻ എൻ്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതെ കൊണ്ട് ഞാൻ അവരെ തകർത്തു. അവർ എൻ്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരം അരുളിയതുമില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീഥികളിലെ ചെളിയെപ്പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്നും നീ എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണഭാവം കാണിക്കും. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു, തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടും വരുന്നു. ഈ ഭാഗത്ത് ഇനിയുള്ള തൻ്റെ വിജയങ്ങളെല്ലാം ദൈവത്താലാണെന്ന് ദാവീദ് പ്രഖ്യാപിക്കുന്നു. തൻ്റെ കഴിവിൽ ദാവീദ് ആശ്രയിക്കുന്നില്ല എന്ന് ഈ ഭാഗത്തിൽ നാം കാണുന്നു. കാരണം ഇവിടെ ദാവീദ് പറയുകയാണ്, 34-35 വാക്യങ്ങളിൽ, ദൈവമാണ് തൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നത്, തൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. മാത്രമല്ല, ദൈവം രക്ഷ എന്ന പരിചയം ദാവീദിന് കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വലങ്കൈ ദാവീദിനെ താങ്ങി ദൈവത്തിൻ്റെ സൗമ്യത തന്നെ വലിയവനാക്കിയിരിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. മാത്രമല്ല, യുദ്ധത്തിനായി ദാവീദിൻ്റെ അരയ്ക്ക് ദൈവം ശക്തി കെട്ടിയിരിക്കുന്നു. തന്നോട് എതിർക്കുന്നവരെ തനിക്ക് കീഴടക്കിയിരിക്കുന്നു. തന്നെ പകയ്ക്കുന്നവരെ താൻ സംഹരിക്കേണ്ടതിന് ദൈവം തൻ്റെ ശത്രുക്കളെ തനിക്ക് പുറം കാട്ടുമാറാക്കിയിരിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തത് ദൈവമാണെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. ദാവീദിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ദാവീദ് ഒരു അഭ്യാസിയാണ്. എന്നാൽ ദാവീദ് യോദ്ധാവായിരിക്കെ തൻ്റെ കഴിവിൽ അവൻ ആശ്രയിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൽ താൻ പൂർണ്ണമായി ആശ്രയിക്കുന്നതായി ഇവിടെ കാണുന്നു. ഇനി 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. തന്നെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ മശിഹായോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവി പ്രവചനങ്ങളാണ്. കാരണം മശിഹായുടെ ആധിപത്യം ഭൂമിയിൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അന്നാണ് ദുഷ്ടൻ്റെ പരിപൂർണ നാശവും ദൈവജനത്തിൻ്റെ സമ്പൂർണ്ണ വിജയവും നിറവേറുന്നത്. പ്രിയ ദൈവമക്കളെ, 18-ാം സങ്കീർത്തനക്കാരൻ താൻ പിന്നിട്ട വഴികളിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ വർണ്ണിക്കുന്നത് പോലെ ദൈവമക്കളായിരിക്കുന്ന നാം ഇന്നലകളിൽ നമ്മുടെ ദൈവം നമുക്ക് ആരായിരുന്നു എന്നും ഇന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ അവൻ എങ്ങനെ ആയിരിക്കുന്നുവെന്നും നാളെ അവൻ നമുക്ക് ആരായിരിക്കുമെന്നും
ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 18-ാം സങ്കീർത്തനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരട്ടെ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.